Hi, I am Jismi Tamburan. Welcome to my new channel, Let's Talk. Today is Doctor's Day and wishing a very happy Doctor's Day to all the doctors around the world. സോ ഇതുവരെയായിട്ടും 10 ദിവസമായിട്ട് ഞാൻ ഷോർട്സൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ ഇന്ന് എനിക്ക് ഹെൽത്തിനെ കുറിച്ച് കുറച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാമെന്ന് ഞാൻ കരുതുന്നുണ്ട്. നമുക്കറിയാം, കൊറോണ കഴിഞ്ഞതിന് ശേഷം, കൊറോണ വന്ന് പോയതിന് ശേഷം നമുക്കെല്ലാം ആ സമയം തൊട്ട് നമ്മൾ ഒത്തിരി മോട്ടിവേറ്റഡായി. നമുക്ക് എങ്ങനെ ഹെൽത്തിനെ നമ്മൾക്ക് എങ്ങനെ കെയർ ചെയ്യാം, നമ്മുടെ ബോഡിയെ എങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാം എന്നുള്ള ഒരു ഡയറ്റിനെ സംബന്ധിച്ചും ഒക്കെ നമുക്കൊരു ഇൻസൈറ്റ് ഉണ്ടാകാൻ തുടങ്ങി അല്ലേ. സോ അതിന് ശേഷമാണ് നമ്മളൊക്കെ കൂടുതലായിട്ട് എക്സസൈസോ യോഗയോ മെഡിറ്റേഷനോ ഒക്കെ കൂടുതലായിട്ട് ചെയ്യാൻ തുടങ്ങി. അതുപോലെ ഡയറ്റിൽ ഒത്തിരി കോൺഷ്യസ് ആകാൻ തുടങ്ങിയത്. സോ ഇതൊക്കെ വേണ്ടി വരുന്നത് ആക്ച്വലി നമുക്ക് നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസിനെ എല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമാണ്. ബിക്കോസ് ലൈഫ് സ്റ്റൈൽ ക്രിയേറ്റ് സോ മെനി ഡിസീസസ് ലൈക്ക് ഡയബറ്റീസ്, തൈറോയിഡ്, കൊളസ്ട്രോളിൻ്റെ ഒരു ഇൻക്രീസ്, പിന്നെ BP, ബ്ലഡ് പ്രഷറിൻ്റെ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയാം. ഇതെല്ലാം തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിനോട് ബന്ധപ്പെട്ടിരിക്കുന്ന അസുഖങ്ങളാണല്ലോ അല്ലേ. സോ മെയിനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മുടെ ലിവറിൻ്റെ ഡിറ്റോക്സിഫിക്കേഷൻ ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. ലിവർ എന്ന് പറഞ്ഞാൽ നമുക്ക് അബ്ഡമനിൽ അപ്പർ സൈഡിൽ കാണുന്ന ഓർഗനാണ്. ലാർജസ്റ്റ് ഗ്ലാൻഡാണ് ഹ്യൂമൻ ബോഡിയിലെ 1.5 kg വെയിറ്റോട് കൂടിയിട്ട്. പിന്നെ ബ്രെയിൻ കഴിഞ്ഞാൽ സെക്കൻഡ് ഓർഗൻ, മാക്സിമം എനർജി യൂട്ടിലൈസ് ചെയ്യുന്ന ഓർഗനും ലിവറാണ്. പിന്നെ ഈ ലിവറിന് എന്തുകൊണ്ടാണ് ഡോക്ടേഴ്സ് പറയുന്നത് ലിവർ എക്സാമിനേഷൻ എന്ന് നമ്മളോട് പറയുകയല്ലേ? അതെന്തിനാണെന്ന് ചോദിച്ചാൽ, മെറ്റബോളിസം കഴിഞ്ഞ് കഴിയുമ്പോൾ മെറ്റബോളിസത്തിനോട് അനുബന്ധിച്ചിട്ട് എല്ലാ ന്യൂട്രിയൻസും കടന്നു പോകുന്നത് ലിവറിൽ കൂടെയാണ്. അപ്പോൾ ലിവറിൽ പ്രോട്ടീൻ സിന്തസിസ് നടക്കുന്നുണ്ട്, യൂറിയ സിന്തസിസ് നടക്കുന്നു, അങ്ങനെ ടോക്സിക് ഫിൽട്രേഷൻ നടക്കുന്നുണ്ട്. സോ ലിവറിൽ സ്റ്റോറേജ് നടക്കുന്നുണ്ട്, ഫാറ്റിൻ്റെ സ്റ്റോറേജ് ഒക്കെ നടക്കുന്നുണ്ട്. സോ വി ക്യാൻ സേ ദാറ്റ് മോർ ദാൻ 250, അറൗണ്ട് 400 to 500 ടൈപ്സ് ഓഫ് വർക്ക്സ് ഈ ലിവർ തന്നെ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സോ അത്രയ്ക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു ഓർഗനാണ് ലിവർ. അപ്പോൾ നമ്മൾ ഒരുപാട് കെയർ ചെയ്യണം നമ്മുടെ ലിവറിനെ. നമ്മൾ അറിയുന്നില്ല ഇത്രയും ചെറിയ ഒരു ലിവർ വന്ന് നമ്മുടെ ഇത്രയും ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോകുന്നു. അപ്പോൾ അതിൻ്റെ ഏറ്റവും ലാസ്റ്റാണ് നമ്മൾ അറിയുന്നത് അതിൻ്റെ ഫങ്ഷൻ ഒത്തിരി ഡൗൺ ആയി പോകുമ്പോഴാണ് നമ്മുടെ ലിവർ സ്പോയിലായി പോയെന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ. സോ ലിവറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. കാരണം ഈ ടോക്സിൻസിനെ എല്ലാം ഡിറ്റോക്സിഫൈ ചെയ്യുക. നമുക്ക് ടോക്സിൻസ് എങ്ങനെയാണ് കിട്ടുന്നത്? ത്രൂ എയറിലൂടെയും കിട്ടും. കാരണം പൊല്യൂട്ടൻസ് ഒക്കെ ഉണ്ടല്ലോ, സോ മെനി പൊല്യൂട്ടൻസ് ആർ ദേർ, ഓക്കെ, ഇൻ ദ എയർ. അതിലൂടെയും നമ്മൾ ഇൻഹെയിൽ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഫുഡിലൂടെ, ഇവിടെ നമ്മുടെ വെജിറ്റബിൾസിൽ, ഫെർട്ടിലൈസേഴ്സിലൊക്കെ കുറേ കെമിക്കൽസ് ഇല്ലേ. സോ അതൊക്കെ നോൺ ബയോഡിഗ്രേഡബിൾ. അപ്പോൾ അതുപോലുള്ള സാധനങ്ങളൊക്കെ വെജിറ്റബിൾസ് ലീവ്സിലും ഒക്കെ കൂടി നമുക്ക് കിട്ടുന്നുണ്ട് ഒരുപാട് ടോക്സിൻസ്. ഇതെല്ലാം ഫിൽറ്റർ ചെയ്യുകയും ഡിറ്റോക്സിഫൈ ചെയ്യുന്നതും ലിവറാണ്. അപ്പോൾ ഇതെല്ലാം ചെയ്ത് ലാസ്റ്റ് ലിവർ തന്നെ സ്പോയിലായി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ലിവറിനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ടോക്സിഫൈ ചെയ്യണമെന്ന് പറയുന്നത്. അത് ടോക്സിൻസിനെ റിമൂവ് ചെയ്യുക, പോയിസൺസിനെ റിമൂവ് ചെയ്യുക. അതിനുവേണ്ടി നമുക്ക് നാച്ചുറലി നമുക്ക് സോ മെനി ഡ്രിങ്ക്സ് ക്യാൻ ബി മെയ്ഡ് ഇൻ അവർ ഹോം, ഡിറ്റോക്സിഫൈയിങ് ഡ്രിങ്ക്സ്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കുറേ സ്പ്രെഡായത് അത് നമ്മൾ കേൾക്കുന്നതാണ്. ABC ജ്യൂസ്, ആപ്പിൾ, ബീട്രൂട്ട്, ക്യാരറ്റ്. ബീട്രൂട്ടൊക്കെ ആൽക്കലൈനിറ്റി ഉണ്ട്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെയാണ്. അതൊക്കെ വളരെ നല്ലതാണ് നമ്മുടെയൊക്കെ ഡിറ്റോക്സിഫിക്കേഷന് വേണ്ടിയിട്ട്.
സോ ആ ജ്യൂസ് അതിലും ലെമൺ ഒക്കെ കലർത്തിയിട്ട് സ്ക്വീസ് ചെയ്ത് ഹണിയും കൂടെ ചേർത്തിട്ട് നമുക്ക് കഴിക്കാം. അതുപോലെ തന്നെയാണ് കുക്കുംബർ ജ്യൂസ്. സോ കുക്കുംബർ മോസ്റ്റ് ഓഫ് ദി ഡേയ്സ് എംറ്റി സ്റ്റൊമക്കിൽ കുക്കുംബർ സ്ലൈസ് ചെയ്തിട്ട് ജിഞ്ചർ ലെമൺ സ്ക്വീസ് ചെയ്ത് ഹണിയും കൂടെ കൂട്ടി പുതിന ലീവ്സോ പ്ലസ് കറി ലീവ്സൊക്കെ ആഡ് ചെയ്യാം നമുക്ക്. ബ്ലഡ് പ്യൂരിഫിക്കേഷൻ ഓൾ ദീസ് തിങ്സ് ആർ ഗുഡ്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ട് നമുക്ക് ഒന്നോ രണ്ടോ കുക്കുംബറൊക്കെ ഇട്ട് 4-5 പേർക്കൊക്കെ നമുക്ക് അത് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് അത് നമുക്ക് എംറ്റി സ്റ്റൊമക്കിൽ വീക്ക്ലി ട്വൈസ് എങ്കിലും ചെയ്യുവാണെങ്കിലുണ്ടല്ലോ നമുക്ക് ഡിറ്റോക്സിഫിക്കേഷൻ സാധിക്കാം. ഓക്കെ. പിന്നെ അത് വളരെ ഈസിയാണ്. നോർമൽ ലൈഫിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അടുത്തത് നമ്മൾ ചെയ്യേണ്ടത് ഈ പൊല്യൂഷനൊക്കെ ഉള്ളിടത്തൊക്കെ പോകുമ്പോൾ എയർ പൊല്യൂട്ടഡ് ആണെങ്കിൽ മാസ്ക് ഒക്കെ വെക്കുക എന്നുള്ളതേ ഉള്ളൂ. മാക്സിമം അവോയ്ഡ് ചെയ്യുക, അല്ലെങ്കിൽ മാസ്ക് വെച്ചുകൊണ്ട് പോകുക എന്നുള്ളത്. പിന്നെ പ്രോസസ്ഡ് ഫുഡ്സാണ് ഇപ്പോഴത്തെ ഏറ്റവും ട്രെൻഡ്. ആ ട്രെൻഡ്, അതായത് ഇപ്പം നമ്മൾ അത് കഴിച്ചില്ലേ നമ്മുടെ എന്തോ ഇമേജ് നഷ്ടപ്പെടും എന്നുള്ള ഒരു ഇതിലാണ് നമ്മളെല്ലാവരും കഴിക്കുന്നുണ്ട്. അപ്പോൾ എന്ത് ചെയ്യാനാണ്? അപ്പോൾ അതിന് വേണ്ടിയിട്ട് പ്രോസസ്ഡ് ഫുഡ്സൊക്കെ ഒത്തിരി അവോയ്ഡ് ചെയ്യുക. മൈദ പ്രോഡക്റ്റ്സൊക്കെ ഒത്തിരി അവോയ്ഡ് ചെയ്യുക. ലിവറിനെ കൊണ്ട് ഒരുപാട് കഷ്ടപ്പാടുകൾ ചെയ്യിക്കാതിരിക്കുക. പിന്നെ അല്ലേ, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. കുറച്ച് നേരമൊക്കെ എംറ്റി സ്റ്റൊമക്കിൽ നമ്മൾ ഈ ജ്യൂസൊക്കെ കുടിച്ച് കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഫുഡൊക്കെ കഴിക്കാവുള്ളൂ. കൂടുതലും ഫൈബർ അടങ്ങിയ ഫുഡുകൾ തന്നെ നമ്മൾ കൂടുതൽ ഇൻടേക്ക് ചെയ്യണം. പിന്നെ സ്പിനാഷ്, അതായത് ചീര വർഗ്ഗങ്ങൾ, ഇലക്കറികളൊക്കെ കൂടുതൽ ഇൻടേക്ക് ചെയ്യണം. വെള്ളം നന്നായിട്ട് കുടിക്കുന്നത് കൊണ്ട് നമ്മുടെ ലിവറും കിഡ്നിയൊക്കെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. സോ അത്രയൊക്കെ ഉള്ളൂ ഇന്ന് പറയാൻ. ലിവറിൻ്റെ സ്ട്രക്ചറും അതിൻ്റെ ഫങ്ഷൻസൊക്കെ ഡീപ്പായിട്ട് പറയാനുണ്ട്. അത് ഞാൻ വേറൊരു വീഡിയോയിൽ കാണിച്ചു തന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. സോ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടമായില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഹാവ് എ നൈസ് ഈവനിങ്. താങ്ക് യു.